ഏകദിനത്തിലെ 3 ഇരട്ട സെഞ്ചുറികൾ ഉൾപ്പെടെ സിക്സറുകൾ ഉൾപ്പെടെ പല വമ്പൻ റെക്കോർഡുകളും രോഹിത് തൻ്റെ പേരിലാക്കിയിട്ടുണ്ട്. ഏകദിനത്തിൽ രോഹിത്തിനെ മറികടക്കുന്ന ഒരു വെടിക്കെട്ട് ഓപ്പണറെ നിലവിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നാൽ രോഹിത്തിനെ പ്രായം തളർത്തുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്. 39 വയസ്സ് പൂർത്തിയായ രോഹിത്തിന് 2027 ഏകദിന ലോകകപ്പ് വരെ എങ്ങനെ ഫിറ്റ്നസ് നിലനിർത്തി ഫോം നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രോഹിത് ശർമ്മ നിലവിൽ IPL മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ പരിക്ക് പിടികൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാൽത്തുടയ്ക്ക് പരിക്കേൽക്കുകയും ചില മത്സരങ്ങളിൽ അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം മുംബൈക്കായി കളിക്കുന്നുണ്ടെങ്കിലും ഇമ്പാക്റ്റ് പ്ലെയറായി ബാറ്റിങ്ങിൽ മാത്രമാണ് ഇറങ്ങുന്നത്. ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ പ്രകാരം രോഹിത് ശർമ്മ ഫിറ്റ്നസ് വിവരം BCCI കൃത്യമായി കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം ആശയവിനിമയം കൃത്യമായി നടത്തിയിട്ടില്ലെന്ന കാര്യം BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രോഹിത് ശർമ്മ ഇപ്പോൾ ഇതേ ഫോമിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് 2027 ലോകകപ്പ് കളിക്കുക വളരെ പ്രയാസമായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പരിക്കും ഫോമും പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് വിരാട് കോഹ്ലി മികച്ച ഫിറ്റ്നസ് നിലവാരം കാട്ടുകയും മികച്ച ഫോമിൽ കളിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇത്തവണയും RCBക്കായി സെഞ്ചുറി പ്രകടനങ്ങളടക്കം നടത്തി കഴിഞ്ഞു. എന്നാൽ രോഹിത് ശർമ്മയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, സ്ഥിരത അദ്ദേഹത്തിന് കാട്ടാൻ പറ്റുന്നില്ല. ഫിറ്റ്നസ് പ്രശ്നം അദ്ദേഹത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ 50 ഓവർ അദ്ദേഹത്തിന് ഫീൽഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക BCCIക്ക് മുന്നിലുണ്ട്. ഇതെല്ലാം രോഹിത്തിന് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകളാണ് നിലവിൽ നിലനിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രോഹിത്തിന് പകരം ഓപ്പണിങ്ങിലേക്ക് BCCI പുതിയ താരങ്ങളെ തേടിയേക്കും. ഇത് ആരൊക്കെയാവും എന്നതാണ് മറ്റൊരു ചോദ്യം. നമുക്കറിയാം, ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് താരങ്ങളിലൊരു ക്ഷാമമില്ല. നിരവധി താരങ്ങളാണ് അവസരത്തിനായി കാത്തിരിക്കുന്നത്. പക്ഷേ രോഹിത്തിൻ്റെ പകരക്കാരനെ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം രോഹിത്ത് നൽകുന്ന ഒരു വെടിക്കെട്ട് തുടക്കത്തിന് പകരം വെക്കുക എന്ന് പറയുന്നത് ആർക്കും എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. നിലവിൽ ഇന്ത്യക്ക് പരിഗണിക്കാൻ പറ്റുന്ന 3-4 താരങ്ങളുണ്ട്. അതിൽ സഞ്ജു സാംസണാണ് പ്രധാനപ്പെട്ട ഒരാൾ. രോഹിത്തിനെ പോലെ അനായാസം പുൾ ഷോട്ട് കളിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കളിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഓപ്പണിങ്ങിലേക്ക് പരിഗണിക്കാവുന്നതാണ്. എന്നാൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് സഞ്ജുവിനെ അധികം പിന്തുണയ്ക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇഷാൻ കിഷനാണ് രണ്ടാമത്തെ താരം. കാരണം ഇഷാൻ കിഷനും ശുഭ്മാൻ ഗില്ലും അടുത്ത സുഹൃത്തുക്കളാണ്. ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി അടക്കം നേടിയിട്ടുള്ള ഓപ്പണറാണ് ഇഷാൻ. അപ്പോൾ ഇഷാന് സ്വാഭാവികമായിട്ടും ഒരു മുൻതൂക്കം ലഭിക്കും. സായ് സുദർശൻ, ദേവദത്ത് പടിക്കൽ എന്നിവരും ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് നോട്ടം ഇടുന്നവരാണ്. ഇവരിൽ ആരെങ്കിലും രോഹിത്തിന് കളിക്കാൻ സാധിക്കാമെന്ന് വന്നാൽ പരിഗണിക്കുമെന്ന കാര്യം ഉറപ്പാണ്. 2027 ഏകദിന ലോകകപ്പ് കളിച്ച് രോഹിത് ശർമ്മ കിരീടത്തോടെ പടിയിറങ്ങണം എന്നതാണ് എല്ലാ ആരാധകരും ആഗ്രഹിക്കുന്നത്. ഫിറ്റ്നസ് പ്രശ്നങ്ങൾ മാറി ഫോമിലേക്ക് തിരിച്ചെത്തി 2027 ഏകദിന ലോകകപ്പ് കളിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.